നമ്മളെ ഗൾഫിലുള്ള സുഹൃത്തുക്കളോടാണ്. നമ്മുടെ മനോഹരമായ ആ നാട് അല്ലെ? അതൊക്കെ തിങ്ക് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ജീവിക്കുന്നു കുറെ കാലങ്ങൾ ഇവിടെ. പക്ഷെ നമ്മള് ഇങ്ങനെ പോകുന്നതിന്റെ ഇടയില് നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലെ? നാട്ടിൽ നിന്ന് സെറ്റിൽ ആവണം, നാട്ടിൽ സെറ്റിൽ ആണ്, നാട്ടിൽ കുടുംബത്തോടൊപ്പം ജീവിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഏതൊരു പ്രവാസിക്കും ഉണ്ടാവും. ഇവിടെ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടല്ല പറയുന്നത്. പക്ഷെ ഇവിടെ ഫാമിലി ഒന്നും ഇല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ ഒറ്റക്കായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ. പല തരത്തിലും. അത് പിന്നെ കുറേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ആദി എന്ന് പറഞ്ഞാൽ തന്റെ ഫാമിലിനെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ക്യാഷ് വേണം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ സെറ്റിൽ ആവണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും അല്ലെ? സത്യം പറയുകയാണെന്ന് വെച്ചാൽ എല്ലാവരെയും മനസ്സിന്റെ ഒരു അത്യാഗ്രഹം എന്ന് തന്നെ പറയാം അല്ലെ? വളരെ വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മളിത് പറയെങ്കിലും നമ്മൾ അടുത്ത വർഷവും നമ്മൾ ലീവിന് പോകുന്നു. പിന്നെയും നമ്മൾ അതേപോലെ തിരിച്ചു വന്ന് കുറെ കടങ്ങളൊക്കെ ആക്കിയിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും പോകുന്നു. അങ്ങനെ അങ്ങനെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പിന്നെ വീണ്ടും ഒരു വിചാരം വരും, ഇനി ഇങ്ങനെ നായ പോരാ അല്ലെ? ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഏകദേശം ഭൂരിപക്ഷം പ്രവാസികളുടെയും അവസ്ഥ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമല്ലോ? ഇപ്പൊ ഈ ലീവിനൊക്കെ പോയാൽ നമ്മൾ കുറച്ചൊക്കെ ലീവ് കിട്ടുകയാണെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ കുറച്ച് നാടിനെ കുറിച്ചൊന്ന് പഠിക്കണം. നാടിനെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാല് നാട്ടിൽ ഇറങ്ങി തിരിക്കണം. നമ്മള് ചിലപ്പോൾ ഗൾഫിൽ നല്ലൊരു തൊഴിലായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അതൊന്നും നോക്കാതെ നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ നമുക്ക് കളിക്കാൻ അറിയ കളിക്കാൻ കഴിയണമെങ്കിൽ, ഇഷ്ടമുള്ള ഫീൽഡിൽ കളിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ആദ്യം അവിടെ ഒരു പുഴുവായിട്ട് കയറിയേ പറ്റൂ. എന്നിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് ജോലി റിസൈൻ ചെയ്യാതെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച് 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 ഒരു ലെവലിൽ എത്തിയിട്ട് ചെയ്യും. ഇനി റിസൈൻ ചെയ്ത് പോന്നാൽ തന്നെ ഉടനെ തന്നെ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കുടുങ്ങിയ ആൾക്കാരാണ് ഭൂരിപക്ഷം ആൾക്കാർ. അപ്പൊ അങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മള് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് നമ്മൾ ആ ഫീൽഡുമായി ബന്ധപ്പെട്ട സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലോട്ട് നമ്മൾ ഇറങ്ങി തിരിക്കുക. നമുക്ക് കിട്ടുന്ന ജോബ് നമ്മൾ ചെയ്യാം. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, അതിൽ നിന്ന് ഐഡിയകൾ മനസ്സിലാക്കിയിട്ട് മാത്രം ഇറങ്ങും. എന്ന് നമ്മുടെ പൈസ അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഉണ്ടല്ല, ഞാൻ പറയുന്നില്ല. ഓക്കെ.